ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ച പാകിസ്ഥാന് ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുകൊണ്ട് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. ഇന്ത്യയിലെ 15 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താനാണ് പാകിസ്ഥാൻ പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകി ഇന്ത്യ. സർക്കാർ പുറത്തിറക്കിയ പത്രക്കുറിപ്പ് പ്രകാരം ജമ്മു കാശ്മീരിലെ അവന്തിപുര, ശ്രീനഗർ, ജമ്മുവിലെ പഞ്ചാബിലെ പത്താൻകോട്ട്, അമൃതസർ, കപൂർത്തല, ജലന്ധർ, ലുധിയാന, ആദംപൂർ, ബട്ടിൻഡ, ചണ്ഡീഗഡ്, രാജസ്ഥാനിലെ നൽവലോഡി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആക്രമണം നടത്താൻ പാകിസ്ഥാൻ പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ഈ ആക്രമണത്തെ ചെറുക്കാൻ ഇന്ത്യ ഉപയോഗിച്ചത് S-400 സുദർശൻ ചക്ര എന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ ദീർഘദൂര ഉപരിതല വായു മിസൈൽ സംവിധാനങ്ങളിൽ ഒന്നാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത S-400 സുദർശൻ ചക്ര. US-ന്റെ ഉപരോധ ഭീഷണി മറികടന്നാണ് 2018 റഷ്യയിൽ നിന്ന് 5 S-400 യൂണിറ്റുകൾ വാങ്ങാൻ ഇന്ത്യ കരാറിൽ ഒപ്പുവയ്ക്കുന്നത്. 600 കിലോമീറ്റർ വരെ അകലെയുള്ള മിസൈലുകളെയും ഡ്രോണുകളെയും തിരിച്ചറിയാനും 400 കിലോമീറ്റർ വരെ അകലെ വെച്ച് അവയെ തകർക്കാനും ശേഷിയുള്ള സംവിധാനമാണ് S-400 സുദർശൻ ചക്ര. നിലവിൽ ജമ്മു കാശ്മീരിലെ പഠാൻകോട്ടിലും രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിലുമാണ് സുദർശന ചക്ര വിന്യസിച്ചിട്ടുള്ളത്. വിമാനങ്ങൾ, ഡ്രോണുകൾ മുതൽ ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ വരെ തകർക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഒരേ സമയം 100-ലധികം ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും S-400 സുദർശന ചക്രയ്ക്ക് സാധിക്കും. താങ്ക് യു.